നമസ്കാരം. തിരുവനന്തപുരം ചെമ്പകശ്ശേരിയിൽ പട്ടാപ്പകലുണ്ടായ വെടിവെപ്പ് കേസിൽ വലിയ ട്വിസ്റ്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിനി എന്ന യുവതിയെ കൊറിയർ നൽകാനെന്ന വ്യാജേന വീട്ടിലെത്തി വനിതാ ഡോക്ടർ വെടിവെച്ച കേസിൽ ഇപ്പോൾ വാദിപ്രതിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് കേസിൽ മറ്റൊരു കേസിൽ പ്രതിയാവുകയാണ്. ഈ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചു എന്ന രീതിയിൽ ഒരു പരാതി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷിനിയുടെ ഭർത്താവ് സുജിത്ത് കേസിൽ പ്രതിയാവുകയാണ്. ഈ കേസിൽ FIR ഇട്ടിട്ടുണ്ട്. കൊല്ലം സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഷിനിയുടെ വീട്ടിലെത്തി സുജിത്തിനെ കാണാൻ ശ്രമിച്ചിരുന്നു. സുജിത്ത് വീട്ടിലുണ്ടായിരുന്നു. തന്ത്രപൂർവ്വം അവിടെ നിന്ന് മാറി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ വനിതാ ഡോക്ടർ ഈ വെടിവെപ്പ് നടന്ന വീട്ടിലേക്ക് എത്തിയ കാറിൽ ഫോറൻസിക് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാറിൻ്റെ ഉള്ളിൽ ആരൊക്കെ പ്രവേശിച്ചിട്ടുണ്ട്, ആരുടെയൊക്കെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിശദമായ പരിശോധന നടന്നു വരികയാണ്. എന്തായാലും വെടിവെപ്പ് കേസിലെ ഫോറൻസിക് പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെടിവെപ്പ് കേസിലെ പ്രതിയായ വനിതാ ഡോക്ടർ തന്നെ ശാരീരികമായി ബലപ്രയോഗത്തിലൂടെ ബലാത്സംഗത്തിന് ഇരയാക്കി എന്ന പരാതിയാണ് ഈ സുജിത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഈ സുജിത്തും ഈ ഡോക്ടറും കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണ്. ഇവർ ആദ്യഘട്ടത്തിൽ സൗഹൃദത്തിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അടുപ്പമുണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി ഇവരെ പീഡിപ്പിച്ചുവെന്നും പിന്നീട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറി സുജിത്ത് മാലിയിലേക്ക് കടന്നു കളഞ്ഞു എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സമ്മർദ്ദത്തിലായി ഈ ഡോക്ടർ തുടർന്ന് ഒരു ഷോക്ക് ഈ കുടുംബത്തിന് നൽകണം, അല്ലെങ്കിൽ ഈ സുജിത്തിന് തന്നെ വഞ്ചിച്ചതിലുള്ള വൈരാഗ്യം, സുജിത്തിനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് എന്നാണ് ഈ ഡോക്ടർ പറയുന്നത്. അങ്ങനെയാണ് ആ വീട്ടിലേക്ക് എത്തി സുജിത്തിൻ്റെ ഭാര്യയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് എന്ന് ഈ പ്രതിയായ വനിതാ ഡോക്ടർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വനിതാ ഡോക്ടർ ഇപ്പോൾ ഉള്ളത് അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ്. അടുത്തയാഴ്ചയോടുകൂടി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യൽ വിധേയമാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. CI ഷാനിഫിന്റെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി ഈ വനിതാ ഡോക്ടറെ കസ്റ്റഡിയിലെടുക്കുന്നത്. എന്തായാലും അടുത്തയാഴ്ച ഈ ഡോക്ടറെ കസ്റ്റഡിയിൽ വാങ്ങുന്നതോടുകൂടി കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഈ കേസിലെ മുഖ്യ തൊണ്ടി മുതലായ ഈ എയർ ഗൺ, അതായത് ഈ ഷിനിയെ വെടിവെക്കാൻ ഉപയോഗിച്ചിരുന്ന എയർ ഗൺ കണ്ടു കിട്ടിയിട്ടില്ല. അവർ പറയുന്നത്, ഈ വനിതാ ഡോക്ടർ പറയുന്നത് ഈ എയർ ഗൺ തൻ്റെ ഹാൻഡ് ബാഗിലുണ്ട് എന്നാണ്. ഈ വനിതാ ഡോക്ടറെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് ഹാൻഡ് ബാഗിൽ നിന്ന് ഈ എയർ ഗൺ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും CI ഷാനിഫിൻ്റെയും സംഘത്തിൻ്റെയും തന്ത്രപരമായ നീക്കത്തിലൂടെ തന്നെയാണ് പ്രതിയെ ഉടനടി പിടികൂടാൻ സാധിച്ചത്. എന്തായാലും മറ്റൊരു കേസ് കൂടി ഈ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പീഡന കേസാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഷിനിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഷിനിയുടെ വീട്ടിലേക്ക് പോയിരുന്നു. ഈ സമയം സുജിത്ത്, മാലിയിൽ നിന്ന് സുജിത്ത് എത്തിയിട്ടുണ്ട്. സുജിത്തിനെ കണ്ടിരുന്നു. സുജിത്തിനോട് ഈ വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞിരുന്നു. ഈ ഘട്ടത്തിൽ തന്ത്രപൂർവ്വം സുജിത്ത് ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്തായാലും ഉടനടി സുജിത്തിന്റെ അറസ്റ്റ് ഈ പീഡന കേസിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്.